നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നീണ്ട 2025. UDF-നെ സംബന്ധിച്ച ലാഭക്കണക്ക് സമ്മാനിച്ച രാഷ്ട്രീയ വർഷം കൂടിയായിരുന്നു 2025. UDF-നും കോൺഗ്രസിനും പുതുനിര നേതൃത്വം എത്തിയതും ഈ വർഷം തന്നെ എന്നുള്ള പ്രത്യേകതയുമുണ്ട്. നേട്ടങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും അതിനെ ചൊല്ലി പാർട്ടിയിലുണ്ടായ ഭിന്നിപ്പും കഴിഞ്ഞു പോകുന്ന വർഷം കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചു എന്നതും കാണണം. കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ 2025 UDF-ന് ഹാപ്പി ഇയർ തന്നെ. തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ കണക്കെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ വർഷം. ജൂണിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത് വിജയങ്ങളുടെ തുടക്കം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ജയം. വർഷാവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDF ക്യാമ്പിന് സമ്മാനിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസം പകരുന്ന വിജയം. വിവാദങ്ങൾക്ക് വഴികൊടുക്കാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കൃത്യമായ പദ്ധതികളിലൂടെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം UDF-ന് സംഘടനാ രംഗത്ത് പുതുപാഠമായി. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതും ഈ വർഷം തന്നെ. പകരക്കാരനായി എത്തിയ സണ്ണി ജോസഫിന് ലഭിച്ചത് പാർട്ടിയെ നയിക്കാനുള്ള അപ്രതീക്ഷിത നിയോഗം. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ പാർട്ടിക്ക് യുവനിര വർക്കിംഗ് പ്രസിഡന്റുമാർ. അടൂർ പ്രകാശ് UDF കൺവീനറായി എത്തിയതോടെ പാർട്ടിക്കും മുന്നണിക്കും പുതുനിര നേതൃത്വം. യുവനേതാക്കളിൽ പ്രമുഖനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും ഗർഭഛിദ്ര പരാതിയും കഴിഞ്ഞു പോകുന്ന വർഷം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെയും പുറത്താക്കി വിവാദങ്ങളിൽ നിന്ന് കോൺഗ്രസ് മുഖം രക്ഷിച്ചു. രാഹുലിനെതിരായ നടപടിയെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഭിന്നത മറനീക്കി പുറത്തു വന്നതും പാർട്ടിക്ക് ക്ഷീണമായി. രാഹുലിന്റെ പകരക്കാരനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് OJ ജനീഷിനെ നിയമിച്ചതും സ്ഥാനം പ്രതീക്ഷിച്ച അബിൻ വർക്കിയുടെ നീരസത്തിനും ഈ വർഷം സാക്ഷിയായി. 2025 അവസാനിക്കുമ്പോൾ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പടപ്പുറപ്പാടിലാണ്. മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും UDF-ൽ അസോസിയേറ്റ് അംഗങ്ങളാക്കി. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെ പൂർത്തിയാക്കി കളം പിടിക്കാനുള്ള നീക്കത്തിലാണ് UDF. 2026-ൽ കേരള ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും ബാക്കി വെച്ചാണ് 2025-നെ UDF യാത്രയാക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.